നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇൻസൈറ്റ് ലേണിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ കേരളത്തിൽ, എനിക്ക് തോന്നുന്നു 14 ജില്ലകളിലെയും കുട്ടികൾ നമ്മളെ വിളിച്ച് ചോദിച്ചു, സാറേ എന്താണ് ക്ലാസ് ഇടാത്തത്, എന്തുകൊണ്ടാണ് മാത്സിൻ്റെ ക്ലാസ് ഇടാത്തത്, എന്തുകൊണ്ടാണ് ഫിസിക്സിൻ്റെ ക്ലാസ് ഇടാത്തത്, ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇടാത്തത് എന്ന് ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിച്ചു. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ മൂലമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായിട്ട് നമ്മുടെ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ചാനലിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വളരെ അധികം സന്തോഷത്തോടെ പറയാം, ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ട് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജോഗ്രഫിയുടെ 2ാമത്തെ ചാപ്റ്ററായ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ കാറ്റിന്റെ ഉറവിടം തേടിയെന്നുള്ള പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ചാപ്റ്ററിന്റെ 1ാമത്തെ ഭാഗം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അനേകം കുട്ടികൾ അത് കണ്ടു, ഒരുപാട് പേര് അത് കമന്റ് ചെയ്തു, സാറേ വളരെ നല്ല ക്ലാസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഒത്തിരി സന്തോഷം. അത്തരം കമന്റുകളാണ് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാഠഭാഗത്തിന്റെ, അതായത് ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് എന്നുള്ള പാഠഭാഗത്തിന്റെ 1ാമത്തെ ക്ലാസ് പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 2 കടക്കാവൂ. ഇന്നത്തെ ക്ലാസ്സിലും ഞാനൊരു എസ്സേ നിങ്ങൾക്കായിട്ട്, ഈ പാഠത്തിലെ മറ്റൊരു എസ്സേ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള പാഠഭാഗത്തിലെ 2ാമത്തെ ഭാഗമാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഒപ്പം തന്നെ എങ്ങനെയാണ് വിൻഡ് അല്ലെങ്കിൽ കാറ്റുകൾ ഉണ്ടാകുന്നത്, ഒപ്പം തന്നെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖല തുടങ്ങിയ ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് കാറ്റിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദി സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിന്റെ വേഗതയും കാറ്റിന്റെ ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ചെറിയ ഇളം കാറ്റ് മുതൽ അല്ലേ, നമ്മുടെ കല്യാണരാമൻ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ഇളം കാറ്റിൽ എവിടെയോ തേങ്ങാക്കുലകൾ ആടുന്നു എന്ന് പറയുന്ന ആ ഇളം കാറ്റ് മുതൽ വലിയ കുടങ്കാറ്റ് വരെയാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്താണ് ഈ കാറ്റുകളുടെ ഈ വേഗതയ്ക്ക് വ്യത്യാസം വരുത്തുന്ന കാര്യങ്ങൾ? ഒപ്പം തന്നെ എല്ലാ കാറ്റുകളും ഒരു ദിശയിൽ നിന്നാണോ വരുന്നത്? ചില കാറ്റുകൾ നോർത്തിൽ നിന്ന് വരും അല്ലെ, അല്ലെങ്കിൽ വടക്ക് നിന്ന് വരും. ചില കാറ്റുകൾ സൗത്തിൽ നിന്ന് വരും, അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നിന്ന് വരും. അപ്പൊ എന്താണ് ഇത്തരത്തിൽ കാറ്റുകളുടെ ദിശാ വ്യതിയാനത്തിന് കാരണം, അല്ലെങ്കിൽ ഡിറക്ഷൻ ചേഞ്ചിന് കാരണം? അപ്പം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദി സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്? ഈ കാര്യമാണ് നമ്മൾ ഇന്ന് 1ാമതായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ 2 കാര്യങ്ങൾ ഞാൻ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. 1ാമത്തെ കാര്യം, വിൻഡ് ഓൾവേസ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റുകൾ എപ്പോഴും ഉയർന്ന മർദ്ദമേഖലയിൽ നിന്നും താഴ്ന്ന മർദ്ദമേഖലയിലേക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് സഞ്ചരിക്കത്തുള്ളൂ? കാറ്റ് സഞ്ചരിക്കത്തുള്ളൂ. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻഡ് ഓൾവേസ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. ഓക്കെ, അത് 1ാമത്തെ പോയിന്റ് ഓർത്തു വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദെൻ 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കാറ്റ് ഏത് ഡയറക്ഷനിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഏത് ദിശയിൽ നിന്ന് വരുന്നു അതിനടിസ്ഥാനത്തിലായിരിക്കും കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത്. അപ്പൊ കാറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന 1ാമത്തെ ഘടകമാണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പുതിയ പുസ്തകങ്ങളിലൊക്കെ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പ്രഷർ ഗ്രേഡിയന്റും പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സും എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. മലയാളംകാരെ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ, മർദ്ദച്ചെരിവ് മാനബലം. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. അപ്പൊ കാറ്റുകളുടെ വേഗതയെ അല്ലെങ്കിൽ വിൻഡിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 1ാമത്തെ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദച്ചെരിവ് മാന ബലം. അപ്പൊ എന്താണ് ഈ പ്രഷർ ഗ്രേഡിയന്റ് എന്നുള്ളത് നമുക്കറിയണം, എന്നിട്ട് മാത്രമേ നമുക്ക് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്തോന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കുക, എ എന്ന് പറയുന്ന ഒരു സ്ഥലം, എന്തെങ്കിലും സ്ഥലമാട്ടെ, എ എന്ന് പറയുന്ന ഒരു സ്ഥലവും ബി എന്ന് പറയുന്ന ഒരു സ്ഥലവും. അപ്പൊ ഈ എ എന്ന് പറയുന്ന സ്ഥലത്തെ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്, സേ ഫോർ എക്സാമ്പിൾ ഒരു 250 മില്ലിബാർ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. ദെൻ ബി എന്ന് പറയുന്ന സ്ഥലത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഒരു 150
മില്ലി ബാർ. അപ്പം എയിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് 250 മില്ലി ബാർ, ബിയിലെ എത്രയാണ് 150 മില്ലി ബാർ. ഓക്കെ, അപ്പം എയിലും ബിയിലും ഒരേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണോ അല്ലെങ്കിൽ ഒരേ അന്തരീക്ഷ മർദ്ദമാണോ? അല്ല, ഇവ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. എത്രന്റെ വ്യത്യാസമുണ്ട്? 250 100 കൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 250 MB മൈനസ് 150 MB എത്ര കിട്ടും നമുക്ക്? 100 MB എന്ന് കിട്ടും. കണ്ടോ? അപ്പം എയും ബിയും തമ്മിലുള്ള പ്രഷർ വ്യത്യാസം എത്രയാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെ വ്യത്യാസം എത്രയാണ്? 100 MB. അല്ലെങ്കിൽ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സ്ഥലങ്ങളിലെ അന്തരീക്ഷ മർദ്ദത്തിലെ വ്യത്യാസം എത്രയാണ്? 100 മില്ലി ബാർ. അപ്പൊ ഈ അന്തരീക്ഷ മർദ്ദത്തിലെ ഈ വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദ ചെരിവെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണേ. അപ്പം എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അന്തരീക്ഷ മർദ്ദത്തില് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദ ചെരിവെന്ന് പറഞ്ഞാൽ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്താണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, വിൻഡ് ഓൾവേസ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. അല്ലെങ്കിൽ മലയാളത്തിൽ പറയുവാണെങ്കിൽ അന്തരീക്ഷ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് സഞ്ചരിക്കത്തുള്ളൂ? കാറ്റുകൾ സഞ്ചരിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എയിൽ നിന്ന് ബിയിലോട്ടാണോ ബിയിൽ നിന്ന് എയിലോട്ടാണോ കാറ്റടിക്കുന്നത്? ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവ്, എയിലാണോ ബിയിലാണോ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടുന്ന് എ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടിയത് അല്ലെ. അപ്പം എയിൽ നിന്ന് ബിയിലോട്ടാണ് എന്തടിക്കുന്നത്? കാറ്റ് അടിക്കുന്നത്. അപ്പം ഇത്തരത്തില് അന്തരീക്ഷ മർദ്ദം കൂടിയ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ആ ഫോഴ്സിന്റെ പേരാണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദച്ചെരിവ് മാനബലം എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു. എയും ബിയും തമ്മിലുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിലെ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്നത് പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദച്ചെരിവ് എന്നാണ് വിളിക്കുന്നത്. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റുകളെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ മർദ്ദച്ചെരിവ് മാനബലം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഇവ എങ്ങനെയാണ് കാറ്റുകളുടെ വേഗതയെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഇവ എങ്ങനെയാണ് വിൻഡിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ നോക്കിക്കേ, എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആയിരുന്നു? 100 MB ആണ് അല്ലെ. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. പി എന്ന് പറയുന്ന സ്ഥലവും ക്യൂ എന്ന് പറയുന്ന സ്ഥലവും. ബിയിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? 50 MB. ക്യൂയിലെ വരുമ്പോൾ 150 MB. അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും കാറ്റ് പോകുന്നത്? പിയിൽ നിന്ന് ക്യൂയിലോട്ടാണോ ക്യൂയിൽ നിന്ന് പിയിലോട്ടാണോ? ഇത് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് താപ്പോട്ടെന്ന് പറയും. ആണോ? അങ്ങനെ ആണോ? അവിടെ നമ്മൾ എന്തോ നോക്കണ്ടേ? കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടടിക്കുന്നത്? വിൻഡ് ഓൾവേസ് ബ്ലോസ് ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മാത്രമേ എന്ത് സഞ്ചരിക്കാറുള്ളൂ? കാറ്റ് സഞ്ചരിക്കാറുള്ളൂ. അപ്പം ക്യൂവിൽ നിന്ന് പിയിലോട്ടാണ് എന്ത് സഞ്ചരിക്കുന്നത്? കാറ്റ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 150 മൈനസ് 50 എത്രയാണ്? 100 MB ആണ് അല്ലെ. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇനി പിയും ക്യൂവിലാണെങ്കിൽ ഇനിയും പോട്ടെ, ഇവിടെ ഒരു ക്യൂവിലാണെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ എക്സാമ്പിൾ ക്യൂവിലാണെങ്കിൽ ഒരു 300 വന്നു. ഓക്കെ, പിയിൽ അത് തന്നെ 50 തന്നെ. അപ്പം 300ഉം 50 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 250 MB. നോക്കിക്കേ, അപ്പം ആദ്യത്തെ എക്സാമ്പിൾ എത്രയായിരുന്നു ഡിഫറൻസ്? 100 MB. രണ്ടാമത്തെ എക്സാമ്പിൾ എത്രയാണ് ഡിഫറൻസ്? 250 MB. അപ്പം പിയും ക്യൂവും തമ്മിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിഫറൻസ് കൂടിയല്ലേ. അപ്പൊ എന്താ അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും? കാറ്റുകളുടെ വേഗതയും കൂടും. അപ്പൊ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പ്രഷർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ, പ്രഷർ ഡിഫറൻസിന്റെ എന്താ പറയുന്നത്? പ്രഷർ ഗ്രേഡിയന്റ്. അപ്പൊ പ്രഷർ ഗ്രേഡിയന്റ് കൂടിയാൽ എന്തും കൂടും? കാറ്റിന്റെ സ്പീഡും കൂടും. അപ്പൊ മനസ്സിലാക്കണേ, ഞാൻ ഈ പ്രഷർ ഗ്രേഡിയന്റ് എന്നുള്ള ഇത് ഞാൻ PG നിട്ടു, പ്രഷർ ഗ്രേഡിയന്റ്. അപ്പൊ പ്രഷർ ഗ്രേഡിയന്റ് കൂടിയാൽ എന്താണ് ഇതാക്കുന്നത്? കാറ്റിന്റെ സ്പീഡും കൂടും. മനസ്സിലാക്കണേ, സ്പീഡ് ഓഫ് വിൻഡും കൂടുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കണേ. അപ്പം എന്താണ് പറ്റുന്നത്? പ്രഷർ ഗ്രേഡിയന്റ് എന്തോ കുഞ്ഞുങ്ങളെ? രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിഫറൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ മർദ്ദച്ചെരിവ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുവാണെങ്കിൽ എന്ത് പറ്റും? കാറ്റുകളുടെ സ്പീഡും കൂടും അല്ലെങ്കിൽ കാറ്റിന്റെ വേഗതയും കൂടും. ഇതാണ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദി സ്പീഡ് ഓഫ് വിൻഡ്. രണ്ടാമത്തെ ഫാക്ടർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, കൊറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോലിസ് പ്രഭാവം അല്ലെങ്കിൽ കൊറിയോലിസ് ബലം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പൊ എന്താണ് കൊറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോലിസ് പ്രഭാവം അല്ലെങ്കിൽ ബലം എന്ന് നമുക്ക് നോക്കാം. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കേട്ടോ. ദിസ് ഈസ് ദ ഫാക്ടർ വിച്ച് ഇൻഫ്ലുവൻസ് ദി ഡയറക്ഷൻ ഓഫ് വിൻഡ്.
ഓക്കെ, എന്താണ് കൊറിയോലിസ് ഫോഴ്സ്? നിങ്ങളുടെ പുസ്തകത്തിൽ വളരെ വലിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Freely moving body deflect to the right in the northern hemisphere and to the left in the southern hemisphere due to Coriolis force formed as a result of rotation of earth. മനസ്സിലാക്കണേ, വലിയൊരു ഡെഫിനേഷൻ ആണ്. നിങ്ങൾ കാര്യം ഞാൻ ഡെഫിനേഷൻ ആദ്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന വസ്തുക്കൾ, ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടും വ്യതിയാനം സംഭവിക്കുന്നു. അതിന് കാരണമാകുന്നത് കൊറിയോലിസ് ബലമാണ്. ആ കൊറിയോലിസ് ബലം ഉണ്ടാകുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലം ആണ്. ഓക്കെ, അപ്പൊ എർത്തിന്റെ റൊട്ടേഷൻ കാരണം, ഭൂമിയുടെ ഭ്രമണം കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ്, ഒരു ബലമാണ് എന്തെന്ന് പറയുന്നത് കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്തിനെ സ്വാധീനിക്കുന്നു? നമ്മുടെ ഭൂമിയിൽ അടിക്കുന്ന വിവിധ തരം കാറ്റുകളുടെ ദിശയെ സ്വാധീനിക്കുന്നു, ഡയറക്ഷനെ സ്വാധീനിക്കുന്നു. മനസ്സിലാക്കണേ. അപ്പം കാറ്റിന്റെ ഡയറക്ഷനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? കൊറിയോലിസ് ഫോഴ്സ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇനി കൊറിയോലിസ് ഫോഴ്സ് കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇവിടെ ഞാൻ എർത്തിന്റെ ഒരു ഷോർട്ട് മോഡൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ, ആസ് യൂഷ്വൽ ഇവിടെ എന്താണ് സദേൺ ഹെമിസ്ഫിയർ അല്ലേ. ഓക്കെ, അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറില് കാറ്റ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്? ടു ദി റൈറ്റ് അല്ലെ, വലത്തോട്ട് അല്ലെ. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾക്ക് എങ്ങോട്ട് വ്യതിയാനം സംഭവിക്കും? വലത്തോട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ട് വ്യതിയാനം സംഭവിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എങ്ങോട്ടായിരിക്കും കാറ്റുകൾ വ്യതിചലിക്കുന്നത്? ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ഇടത്തോട്ടുമായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലേ, അപ്പൊ ഇവിടെ മുകളിലോട്ട് ഒരു കാറ്റ് പോകുന്നു. ഓക്കെ, ഈ മുകളിലോട്ട് ഞാനൊരു കാറ്റ് വരച്ചേക്കാണ്, കാരണം മുകളിലോട്ടാ പോകുന്നുള്ള ഡയറക്റ്റ് മുകളിലോട്ടല്ലേ. അപ്പൊ ഈ കാറ്റിന്റെ വലത്ത് ഭാഗം ഏതാണ്? വലത്ത് ഭാഗം നീണ്ട് ഇതാണ്. അപ്പൊ ആ കാറ്റ് എങ്ങോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്? റൈറ്റിലോട്ട്. മനസ്സിലാക്കണം. അപ്പം ഞാൻ വളരെ എളുപ്പത്തിൽ ഇത് പറഞ്ഞുതരാം. കാറ്റുകളുടെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് നിൽക്കുക. നമ്മളുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വലത് ഭാഗം ഏതാണ്? ഈ സൈഡാണ് അല്ലെ. ഇതാണ് എൻ്റെ വലത്തെ കൈ, ഇതെന്റെ ഇടത്തെ കൈ. ഇനി ഞാൻ ഇങ്ങോട്ട് നിൽക്കുമ്പോഴോ, അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴാണെങ്കിൽ എൻ്റെ വലത്തെ ഭാഗം ഇവിടെ വരും, ഇവിടെ വരും. ഇതാണ് എൻ്റെ വലത്തെ കൈ, ഇതെന്റെ ഇടത്തെ കൈ. ഇനി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുവാണെങ്കിൽ എൻ്റെ വലത് ഭാഗം ഇവിടെ വരും. ഇതാണ് എൻ്റെ വലത് ഭാഗം, ഇതെന്റെ ഇടത് ഭാഗം. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് നിൽക്കുന്ന പോലെ ഒന്ന് ആലോചിക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങോട്ടാണോ നിൽക്കുന്നത് അതനുസരിച്ച് നമ്മുടെ എന്ത് മാറും? വലതും ഇടതും മാറും. അതനുസരിച്ച് നമുക്ക് കാറ്റുകളുടെ ഡയറക്ഷനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കേ, ഇനി അങ്ങോട്ടാണ് തല വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടൊന്ന് നിന്ന് നോക്കിക്കേ. നിങ്ങൾ എണ്ണീറ്റ് ഒന്ന് നിന്ന് നോക്കാനൊന്നുമില്ല, പറഞ്ഞാൽ നമ്മളൊന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പൊ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വലത്തെ ഭാഗം മുകളിലാണോ താഴെയാണോ വരുന്നത്? തീർച്ചയായിട്ടും താഴെയാണ് വരുന്നത്. ഇനി ഇങ്ങോട്ടാണെങ്കിലോ, ഇനി ഇങ്ങോട്ട് നിന്ന് നോക്കിക്കേ. ഇനി ഇങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ എവിടാ വരുന്നത്? വലത് ഭാഗം മേളിലാണ് വരുന്നത്. ഓക്കെ, ഇനി താപ്പോട്ടാണെങ്കിലോ, താപ്പോട്ട് അങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ടാ വരുന്നത്? ഇവിടെയാണ് വലത് ഭാഗം വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കാറ്റുകളുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ തന്നെ ഒന്ന് നിന്ന് നോക്കുക. നമ്മൾ തന്നെ നിന്ന് നോക്കിയിട്ട് നമ്മുടെ വലത് ഭാഗവും ഇടത് ഭാഗവും ഈ ആരോടെ തല എങ്ങോട്ടാണോ വെച്ചേക്കുന്നത് നമ്മുടെ തലയായിട്ടൊന്ന് അസ്യൂം ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എല്ലാം എളുപ്പമായിരിക്കും. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാ കാറ്റ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? റൈറ്റിലോട്ട്. ആര് കാരണം? കൊറിയോലിസ് ഫോഴ്സ് കാരണം. ഇനി സദേൺ ഹെമിസ്ഫിയർ വരുമ്പോൾ കാറ്റ് റൈറ്റിലോട്ടാണോ? അല്ല, ലെഫ്റ്റിലോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. ആര് കാരണം? കൊറിയോലിസ് ഫോഴ്സ് കാരണം. അപ്പം ഇനി താപ്പോട്ട് വരച്ചിരിക്കുന്ന കാറ്റിന്റെ ഇടതു ഭാഗം ഏതാണ്? ഈ സൈഡാണോ ഈ സൈഡാണോ? തീർച്ചയായിട്ടും ഈ സൈഡാണ് അല്ലേ. ഇനി ഇങ്ങോട്ട് പോകുന്ന ഒരു കാറ്റിന്റെ ഇടതു ഭാഗം ഏതാണ്? ഇതാണ് അല്ലേ. ഇനി ഇങ്ങോട്ട് വരുന്നതിന്റെ ഇടതു ഭാഗം ഏതാണ്? ഇതാണ്. ഇനി മേലോട്ട് പോകുന്ന ഒരു കാറ്റിന്റെ ഇടതു ഭാഗം ഏതാണ്? ഇതാണ്. അതെങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു? ഇപ്പൊ മേപ്പോട്ട് പോകുന്ന ഒരു കാറ്റിന്റെ ഇടതു ഭാഗം, ഞാനിപ്പോ അങ്ങോട്ട് നിന്നു, എന്റെ ഇടത്തേക്ക് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ അല്ലയോ? ഇതുണ്ട്. ഇത് അടിസ്ഥാനത്തിലാണ് ഞാൻ ലെഫ്റ്റ് വരച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഞാൻ ലെഫ്റ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കത് ഇതാക്കാൻ, ഇവിടെ എല്ലാം എന്താണ്? റൈറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നോർത്തേൺ ഹെമിസ്ഫിയറിൽ റൈറ്റിലോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലോട്ടും കാറ്റിനെ ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്ന ഏത് ഫോഴ്സ് ആണ്? കൊറിയോലിസ് ഫോഴ്സ്. ആ ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഭൂമിയുടെ ഭ്രമണം കാരണം ആണ്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് അഡ്മിറൽ ഫെറൽ. ഓക്കെ, അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് എന്ത് കണ്ടെത്തിയത്? ഈ ഭൂമിയിൽ ഇത്തരത്തിലൊരു ഫോഴ്സ്, ഇത്തരത്തിലൊരു ബലമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പേരും കൂടെ ഉണ്ട്? ഫെറൽസ് ലോ എന്നും കൂടെ പേര് ഉണ്ട്. പരീക്ഷയ്ക്ക് 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ് കേട്ടോ. എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് കൊറിയോലിസ് ലോ, സ്റ്റേറ്റ് ഫെറൽസ് ലോ
അല്ലെങ്കിൽ കൊറിയോലിസ് ഫോഴ്സ് എന്താണെന്ന് എഴുതാൻ, അല്ലെങ്കിൽ ഫെറൽസ് ലോ എന്താണെന്ന് എഴുതാനായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതി വെക്കാം? നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയ ഡെഫിനിഷൻ അങ്ങ് എഴുതി വെക്കാം. ഫ്രീലി മൂവിംഗ് ബോഡി ഡിഫ്ലക്ട് ടു ദി റൈറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ടു ദി ലെഫ്റ്റ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ ഡ്യൂ ടു കൊറിയോലിസ് ഫോഴ്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത്. ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 3 മാർക്ക് കിട്ടും. ഈ ലോയുടെ പേരെന്തായിരുന്നു? ഫെറൽസ് ലോ. എന്തുകൊണ്ടാണ് ഫെറൽസ് ലോ എന്ന് പേര് വീണത്? ഇങ്ങനെ ഒരു ബലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന വ്യക്തി ആണ്. അപ്പോൾ കൊറിയോലിസ് ഫോഴ്സ് എന്തിനെ സ്വാധീനിക്കുന്നു? ഇറ്റ് ഇൻഫ്ലുവൻസസ് ദി ഡയറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന ബലമാണ് കൊറിയോലിസ് ബലം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രിക്ഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷണം. അവ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഫ്രിക്ഷൻ കൂടുകയാണെങ്കിൽ വിൻഡിന്റെ സ്പീഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ കർഷണം കൂടിയ സ്ഥലങ്ങളിൽ കാറ്റിന്റെ വേഗത കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എവിടെയൊക്കെയാണ് ഈ കർഷണം കൂടുതൽ എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സം. ഈ കർഷണം എന്ന് പറയുമ്പോൾ 2 വസ്തുക്കൾ വിപരീത ദിശയിൽ പോകുമ്പോൾ അതിന്റെ ഇടയ്ക്കുണ്ടാകുന്ന ബലത്തെയല്ല നമ്മൾ ഈ കർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുന്നും ചെരുവുകളിൽ, കുന്നിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ കാറ്റടിക്കുമ്പോൾ എന്താണ്? ഇങ്ങനെ കുന്നിങ്ങനെ നിൽക്കുകയാണ്, അത്തെ കാറ്റടിക്കുമ്പോൾ എന്താണ്? തടസ്സമല്ലേ? ഇങ്ങനെ കാടിന്റെ മണ്ടയിൽ കൂടെ ഒക്കെ പോകാൻ നേരത്തെ എന്താണ്? കാടിന്റെ മുകളിലോട്ട് പോകുമ്പോൾ ഈ മരമൊക്കെ നിൽക്കുമ്പോൾ അതെല്ലാം തടസ്സമല്ലേ? അപ്പൊ അവിടെയൊക്കെ എന്താണ്? കാടുകള് അതുപോലെ തന്നെ കുന്നുള്ള സ്ഥലത്തൊക്കെ എന്താണ്? ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കർഷണം കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കൂടിയാൽ എന്ത് കുറയും? കാറ്റിന്റെ സ്പീഡ് കുറയും. ഇനി എവിടെയാണ് ഫ്രിക്ഷൻ കുറവ് അല്ലെങ്കിൽ കർഷണം എവിടെയാണ് കുറവ്? സമുദ്രം, നമ്മുടെ കടല്, ഓഷനില്ലേ, അവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, പ്ലെയിൻ ആയിട്ട് കിടക്കും. അപ്പോൾ അവിടെ എന്താണ്? കാറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് കുറവായിരിക്കും? ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പം ഹില്ലി റീജിയൻസിലും ഫോറസ്റ്റിലും എന്ത് കൂടുതലാണ്? ഫ്രിക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് അവിടെ എന്ത് കുറവായിരിക്കും? വിൻഡിന്റെ സ്പീഡ് കുറവായിരിക്കും. ഓഷ്യൻസിൽ എന്തായിരിക്കും? ഓഷ്യനിലും ഡെസേർട്ടിലും എന്ത് കുറവായിരിക്കും? ഫ്രിക്ഷൻ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ വിൻഡിന്റെ സ്പീഡ് കൂടുതൽ ആയിരിക്കും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ആണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എസ്സേ പറഞ്ഞിരുന്ന എന്താണ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, അല്ലെ? ആഗോള മർദ്ദ മേഖലകൾ. അത് ചോദിച്ചില്ല എങ്കിൽ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ഭാഗമാണ് പ്ലാനറ്ററി വിൻഡ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗോളവാദങ്ങൾ. എന്താണ് പ്ലാനറ്ററി വിൻഡ്സ് അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ? കുഞ്ഞുങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ, കഴിഞ്ഞ എസ്സേ പറഞ്ഞോളട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അതേ രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അത് തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. 6 മാർക്കിന്റെ എസ്സേ ആണെങ്കിൽ 6 മാർക്ക്, 8 മാർക്കിന്റെ എസ്സേ ആണെങ്കിൽ 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ബിലീവ് മീ, ട്രസ്റ്റ് മീ, ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നു, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അപ്പം പ്ലാനറ്ററി വിൻഡ്സ് അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ എസ്സേ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയായിരുന്നു? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ദെൻ സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ദെൻ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതെല്ലാം ഞാൻ ഷോർട്ടിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവയ്ക്ക് ഈ ഓരോ ബെൽറ്റുകൾക്കിടയിലും ഈ ഓരോ മർദ്ദ മേഖലകൾക്കിടയിലും വീശുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനറ്ററി വിൻഡ്സ് അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ഡെഫിനിഷൻ വൈസ് പറയാം? ദ വിൻഡ്സ് ദാറ്റ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്, അല്ലെങ്കിൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ എത്ര പ്രഷർ ബെൽറ്റ് ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ 3ഓ 4ഓ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം, അല്ലേ? അപ്പൊ ഈ 7 പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ 7 മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് പ്ലാനറ്ററി വിൻഡ്സ് അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി എത്ര പ്ലാനറ്ററി വിൻഡ്സ് ഉണ്ട്? 3 പ്ലാനറ്ററി വിൻഡ്സ് ആണ് നമുക്ക് ഉള്ളത്. ഒന്നാമത്തെ ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ, രണ്ടാമത്തേത് വെസ്റ്റേളിസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ, ദെൻ മൂന്നാമത്തേത് പോളാർ ഈസ്റ്റേളിസ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് 3ഉമാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനറ്ററി വിൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് അവ ഓരോന്നും പഠിക്കാം. നമ്മുടെ ഒന്നാമത്തെ പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ ഒന്നാമത്തെ ആഗോളവാദമാണ് ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ വാണിജ്യവാദം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ പഠിച്ചാൽ മതി.
ഓക്കെ, പ്ലാനറ്ററി വിൻഡ് ഇതുപോലെ എഴുതുക. ഇനി എവിടെയാണ് പ്ലാനറ്ററി വിൻഡ് ഉണ്ടാകുന്നത് എന്ന് എഴുതുക. ദെൻ ഇത്ര ഒരു പടം വരയ്ക്കുക. പിന്നെ ഒന്നൊന്ന് പേര് കൊടുത്തിട്ട് എന്ത് എഴുതുക? ട്രേഡ് വിൻഡ് എഴുതുക. ട്രേഡ് വിൻഡ് എവിടെ നിന്ന് എങ്ങോട്ട് അടിക്കുന്ന കാറ്റാണ്, അല്ലെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് അടിക്കുന്ന കാറ്റാണ്? വാണിജ്യവാദം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എങ്ങോട്ട് അടിക്കുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും എങ്ങോട്ട് അടിക്കുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് വിൻഡ്സ് അല്ലെങ്കിൽ വാണിജ്യവാദം എന്ന് പറയുന്നത്. മലയാളക്കാരോട് പറയുവാണെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അടിക്കുന്ന കാറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, അത് രണ്ടും ഞാൻ ഒരേപോലാണോ വരച്ചേക്കുന്നത്? ഡയറക്ഷൻ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇത് ഇച്ചിരി വലത്തോട്ടും ഇത് ഇച്ചിരി ഇടത്തോട്ടുമാണ് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു കൊറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോലിസ് ബലം കാരണമാണ്. കാരണം എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? റൈറ്റിലോട്ട് അല്ലേ? അപ്പം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് മോളോട്ടാണോ പോകുന്നത് താപ്പോട്ടാണോ പോകുന്നത്? മോളത്തെ കാര്യം പറയുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാര്യം പറയുന്നത്. എങ്ങോട്ടാ വരേണ്ടത്? താപ്പോട്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, താപ്പോട്ട് വരുന്ന ഒരു കാറ്റിന്റെ വലത്തെ ഭാഗം എവിടാണ്? ഇവിടാണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഈ കാറ്റ് കണ്ടോ ഇങ്ങനെ വലത്തോട്ട് വരച്ചേക്കുന്നത് കണ്ടോ? ഇത്തരത്തിൽ ചരിച്ച് വരച്ചേക്കുന്നത് കണ്ടോ? മനസ്സിലായോ? ഇത് പലർക്കും ഒരു കോംപ്ലിക്കേഷൻ ആണ്. ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന്, ഇവിടുന്ന് എങ്ങോട്ടാണ് ഈ കാറ്റടിക്കുന്നത്? ട്രേഡ് വിൻഡ് അടിക്കുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അത് മനസ്സിലായല്ലോ. ഇനി നോർത്തേൺ ഹെമിസ്ഫിയറിലോട്ട് നമുക്ക് വരാം. ഇവിടം തൊട്ട് മേപ്പോട്ടല്ലേ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇവിടെ ഞാൻ ഒന്നുകൂടെ തെളിച്ച് വരയ്ക്കാം. ഇവിടം തൊട്ട് മേപ്പോട്ട് എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. താപ്പോട്ട് എന്താ? സതേൺ ഹെമിസ്ഫിയർ. നോർത്തിൽ എങ്ങോട്ടാ കാറ്റ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? റൈറ്റിലോട്ട്. അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നോർത്തിലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എടുക്കുക. അവിടുന്ന് മേപ്പോട്ടാണോ താപ്പോട്ടാണോ പോകേണ്ടത്? ഈ കാറ്റ് ഇക്വറ്റോറിയലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ താപ്പോട്ടല്ലേ വരേണ്ടത്? ആണ്. നോർത്തിൽ കാറ്റ് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യേണ്ടത്? റൈറ്റിലോട്ട്. അപ്പം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വരുന്ന കാറ്റ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യും? നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് റൈറ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഇനി സൗത്തിലാണെങ്കിലോ? സൗത്തിലെ കാറ്റ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യണ്ടേ? ലെഫ്റ്റിലോട്ട്. മുകളിലോട്ടല്ലേ? ഇവിടെ നോക്കിക്കേ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇവിടെ താഴെ ഇല്ലയോ? ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേ? മുകളിലോട്ടാ പോകണ്ടേ? മുകളിലോട്ട് പോകുന്ന ഒരു കാറ്റിന്റെ ഇടത്തെ ഭാഗം ഏതാ? ഇത്. അതുകൊണ്ടാണ് ഞാൻ കാറ്റ് ഇത്തരത്തില് വരച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഓർക്കുക. ട്രേഡ് വിൻഡ് എന്താണ്? എവിടെ അടിക്കുന്ന കാറ്റുകളാ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളാണ് ട്രേഡ് വിൻഡ്. അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് അടിക്കുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഡയറക്ഷനെ നിർണയിച്ചത് ആരാണ്? കൊറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോലിസ് ബലം. അത് നോർത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് റൈറ്റിലോട്ടും, സതേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് ലെഫ്റ്റിലോട്ടും. അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ അത് വലത്തോട്ടും, ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമാണ് ഏത് കാറ്റുകൾ വീശുന്നത്? ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ വീശുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, രണ്ട് ട്രേഡ് വിൻഡ് ഉണ്ട് അല്ലേ? നോക്കിക്കേ, രണ്ട് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൗത്തിൽ നിന്ന് അടിക്കുന്ന ട്രേഡ് വിൻഡും ഒന്ന് നോർത്തിൽ നിന്ന് അടിക്കുന്ന ട്രേഡ് വിൻഡ് അല്ലേ? ഈ രണ്ട് ട്രേഡ് വിൻഡും അല്ലെങ്കിൽ ഈ രണ്ട് വാണിജ്യവാദങ്ങളും കൂടെ ഇവിടെ വന്നാ ചേരുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലാണ് വന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന് അല്ലെങ്കിൽ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയ്ക്ക് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. എന്താണ് അവിടെ കൺവേർജ് ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സതേൺ ഹെമിസ്ഫിയറിൽ നിന്നും അടിക്കുന്ന ട്രേഡ് വിൻഡ് വാണിജ്യവാദങ്ങൾ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അതിന്റെ മറ്റൊരു പേരെന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. മനസ്സിലാക്കണേ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങളുടെ പുസ്തകത്തിൽ അവിടെ പറയുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻഡ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. മനസ്സിലാക്കണേ, എന്താ വിളിക്കുന്നത്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്.
ദെൻ ഇവിടുത്തെ സദേൺ ഹെമിസ്ഫിയറിൽ ഇതിനെ വിളിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്? കാറ്റുകൾ ഏത് ദിശയിൽ നിന്നാണോ വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവയ്ക്ക് എന്ത് കൊടുക്കുന്നത്? പേര് കൊടുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ശ്രദ്ധിക്കുക. ഞാനിതൊന്ന് തുടയ്ക്കുവാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇതാ ഇവിടെ നോർത്ത്, ദെൻ ഇവിടെ സൗത്ത്, ദെൻ ഇവിടെ വെസ്റ്റ്, ഇവിടെ എന്താണ്? ഈസ്റ്റ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു കാറ്റടിച്ചാൽ എന്താണ്? നോർത്ത് വിൻഡ് എന്നല്ല അത് പറയുന്നത്, നോർത്ത് ഈസ്റ്റേൺ വിൻഡ് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് അടിക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആണോ? അല്ല, നോർത്ത് വെസ്റ്റ്. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കുവാണെങ്കിലോ സൗത്ത് ഈസ്റ്റ്. ഇവിടെ ഇങ്ങനെ അടിക്കുവാണെങ്കിൽ സൗത്ത് വെസ്റ്റ്. ഇങ്ങനെയായിരിക്കും എന്തിന് പേര് കൊടുക്കുന്നത്? കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത്. കാറ്റ് ഏത് ദിശയിൽ നിന്ന് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത്. എത്ര ട്രേഡ് വിൻഡ് ഉണ്ട്? 2 ട്രേഡ് വിൻഡ് അല്ലേ? ഒന്ന് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, ഒന്ന് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അവർ രണ്ടും കൂടെ ഇവിടെ കൂടിച്ചേരും ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ നമ്മുടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. രണ്ടാമത്തെ പ്ലാനറ്ററി വിൻഡ് ആണ് വെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുവാണ് ഇവിടെ ആദ്യം നോക്കേണ്ടത്? എവിടെ നിന്ന് എങ്ങോട്ടടിക്കുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അടിക്കുന്ന കാറ്റുകളെ നമ്മൾ എന്ത് പറയുന്നത്? പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്തോ എന്റെ പേര്? പശ്ചിമവാദങ്ങൾ. ഇംഗ്ലീഷിലോ വെസ്റ്റേഴ്സ്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. വെസ്റ്റേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ട് അടിക്കുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്നു. ഇനി ഇവയുടെ ഡയറക്ഷൻ ഇത്തരത്തിലാകാൻ കാരണം ആരാണ്? കോറിയോലിസ് ഫോഴ്സ്. ഇത്ര എഴുതിയാൽ മതി, ഉള്ളൊന്നും എഴുതാണ്ട്. അവിടെ മാർക്ക് അപ്പോഴേ വീണോളൂ. ഇനി നോക്കിക്കേ, വെസ്റ്റേഴ്സിന്റെ ഡയറക്ഷൻ നോക്കിക്കേ. നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കിക്കേ. ഇത് വെസ്റ്റിൽ നിന്നാണ് വരുന്നത്. ഡയറക്ഷൻ എങ്ങോട്ടാ? റൈറ്റിലോട്ട് അല്ലേ? കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ അടിക്കേണ്ടത്. ഇവിടെ നിന്ന് ഒരു മേലോട്ട് പോകുന്ന ഒരു കാറ്റിന്റെ വലത്ത് സൈഡ് ഏതാണ്? ഇതാണ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ വന്നത്. ഇനി താഴെ സദേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ എങ്ങോട്ടാ ഡിഫ്ലക്ട് ചെയ്യേണ്ട കാറ്റ്? ലെഫ്റ്റ് സൈഡിലോട്ട് അല്ലേ? അപ്പൊ താപ്പോട്ട് വരുന്നു. താപ്പോട്ട് വരുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് ഏതാണ്? ഇതാണ്. അതുകൊണ്ടാണ് ഇവിടെ കാറ്റ് വെസ്റ്റേഴ്സ് ഇത്തരത്തിൽ വെസ്റ്റിൽ നിന്ന് താപ്പോട്ട് ഒരു ലെഫ്റ്റ് വൈറ്റ്സിലേക്ക് ഡിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഓർക്കുക, ഇത്ര ഓർത്താൽ മതി. വെസ്റ്റേഴ്സ് എന്തുവാണ്? ഇവിടെ നിന്ന് എങ്ങോട്ട് അടിക്കുന്ന കാറ്റാ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? വെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിൽ അടിക്കുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇവരുടെ ഡയറക്ഷൻ ഇത്തരത്തിലാകാൻ കാരണം കോറിയോലിസ് ഫോഴ്സ് ആണ്. ഇനി ഈ വെസ്റ്റേഴ്സ് എന്നുള്ള പേര് വരാൻ കാരണം അതും കൂടെ ഓർത്ത് വെക്കുക. ഒരു വെസ്റ്റ് സൈഡിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് അല്ലേ? അല്ലെങ്കിൽ ഒരു പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ ഒരു കാറ്റ് ഉണ്ടാകുന്നത് അല്ലെ? നോക്കിക്കേ, ഇവിടെ ആയാലും വേണ്ട, ഇത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവിടെ ആയാലും എന്താണ്? ഇത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് വന്നത്. അപ്പൊ വെസ്റ്റിൽ നിന്ന് പോകുന്ന കാറ്റായതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വീണത്? വെസ്റ്റേഴ്സ് എന്ന് പേര് വീണത്, അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്ന് പേര് വീണത്. ഓക്കെ, മൂന്നാമത്തെ വിൻഡ് ഞാൻ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തെ പ്ലാനറ്ററി വിൻഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ ആഗോളവാദം ഞാൻ എഴുതിയിട്ടുണ്ട്. പോളാർ ഈസ്റ്റേഴ്സ് അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അപ്പം എവിടെ നിന്ന് എങ്ങോട്ട് അടിക്കുന്നത് നോക്കണം അല്ലേ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളെ നമ്മൾ എന്ത് പറയുന്നത്? ഈസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇവിടുന്ന് എങ്ങോട്ടാ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് അടിക്കുന്ന കാറ്റുകളെ നമ്മൾ എന്ത് പറയുന്നത്? പോളാർ ഈസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അടിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവിടെ ഡയറക്ഷൻ അങ്ങനെ ആകാൻ കാരണം ആരാണ്? കോറിയോലിസ് ഫോഴ്സ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈസ്റ്റേഴ്സ് എന്ന പേര് വരാൻ കാരണം? ഈസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്. നോക്കിക്കേ, ഇവിടെ നോക്കിയാലും ഇത് ഈസ്റ്റിൽ നിന്നാണ്, ഇവിടെ നോക്കിയാലും ഇത് ഈസ്റ്റിൽ നിന്നാണ്. അപ്പം ഈസ്റ്റിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് ഇനി എന്ത് പേരാണ്? ഈസ്റ്റേഴ്സ്. അതിന്റെ ഡയറക്ഷൻ ഈസ്റ്റിൽ നിന്ന് വരാൻ കാരണമാക്കിയത് ആരാണ്? കോറിയോലിസ് ഫോഴ്സ്. ഓക്കെ, അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടി ഈ എസ്സേ തുടക്കം തൊട്ടൊന്നുകൂടെ പറയാം. The winds that are developed in between global pressure belt. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനറ്ററി വിൻഡ്സ്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെയാണ് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. 3 എണ്ണം ഉണ്ട്. 1 ട്രേഡ് വിൻഡ്സ്, 2 വെസ്റ്റേഴ്സ്, 3 പോളാർ ഈസ്റ്റേഴ്സ് അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങ് പഠിച്ചാൽ മതി. ടെക്സ്റ്റിൽ ഇതിലും നല്ല, ഞാൻ വരച്ചതിനെക്കാട്ടും 100 ഇരട്ടി നല്ല ക്ലിയർ ആൻഡ് നീറ്റ്
ചിത്രമുണ്ട്, അത് നോക്കി കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായിട്ട് അതിൻ്റെ മറുപടി നൽകുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക, നല്ല രീതിയിൽ പഠിക്കുക. സ്കൂൾ ഏത് സമയത്തും തുറക്കുന്നതായിരിക്കും. അപ്പം എന്താണ് നമ്മുടെ ഈ വർഷത്തെ ഷോർട്ട് ടൈം ഗോൾ എന്താണ്? ഈ വർഷം 10A+ മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു എയിം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എല്ലാവിധമായ ആശംസകളും. എല്ലാവരും സന്തോഷത്തോടെയും സുഖമായിട്ടും സുരക്ഷിതമായിട്ടും ഇരിക്കുക.